ഞാൻ ഈ കൃഷി കൊണ്ടാണ് അവരെ പഠിപ്പിച്ച് ഒരാളെ ബിടെക് പഠിച്ചിട്ട് ആളിപ്പോൾ എഞ്ചിനീയറിംഗ് ജോലിക്ക് പോകണം, ഒരാൾ നേഴ്സിംഗ് പഠിപ്പിച്ച് നേഴ്സിംഗ് ജോലിക്ക് പോവുകയാണ്. ഡെയിലി ഒരു 10,000 രൂപ ലാഭം ഇതുണ്ടാവും. ഏറ്റവും നല്ല പേരുള്ളത് ചീരയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളിടം പോലെ ഈ പൊടിയാ ബാക്കിയുള്ളതൊന്നും അടിക്കില്ല. നമുക്ക് ചീരയെല്ലാം പിന്നെ ജൈവ കൃഷിയാണ്. ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ, ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രമായാലും ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. അവരൊക്കെ വന്ന് വാങ്ങിക്കുകയും ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. നമുക്ക് മാർക്കറ്റിലും കൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തീരെ ഡെയിലി ഒരു 10,000 രൂപ ലാഭം ഇതുണ്ടാവും. ഏറ്റവും ലാഭം കൂടുതൽ ചീരയാണ്. ചീര 27 ദിവസം കൊണ്ട് വിളവെടുക്കാം. നമ്മൾ കോഴിവളത്തിലാണ് വിരയിടുന്നത്. അത് കഴിഞ്ഞിട്ട് ജൈവ തൈലമുണ്ട്, അത് വാങ്ങിച്ച് ഉപയോഗിക്കണം. കോഴിവളം, ചാണകപ്പൊടി, ചാമ്പൽ. എൻ്റെ പേര് വിജയ്. ഇതിപ്പോൾ എൻ്റെ കൃഷി എന്ന് പറയുന്നത് നെല്ല് ആയിരുന്നു മുമ്പേ. അതിപ്പോൾ നെല്ല് നിർത്തിയിട്ട് പച്ചക്കറി, മരിച്ചീനി, വാഴ ഇതെല്ലാമാണ്. പിന്നെ നിത്യകാര്യങ്ങളങ്ങ് ഓടിപ്പോവും ഇതുകൊണ്ട്. പിന്നെ ഇതുകൊണ്ട് വലിയ ദോഷമൊന്നും വന്നിട്ടില്ല. 2 മക്കളെ പഠിപ്പിക്കാൻ പറ്റി, അവരൊരു നിലയിലെത്തിക്കാൻ പറ്റി. ഇതൊക്കെ ഇതുകൊണ്ട് തന്നെ ഒക്കെ ഉള്ള ജീവിതമായിരുന്നത്. പയർ 40 ദിവസം കഴിയും. കാടില്ലാതിരിക്കുമെങ്കിൽ ഒരു മാസത്തിൽ കൂടുതൽ വിളവ് കിട്ടും. 1-1.5 മാസം വരെ നിൽക്കും. ഇപ്പോൾ വെള്ളം കയറിയിട്ട് ഇപ്പോൾ പോയത് നട്ടിട്ട് ഒരു 3 മാസം കഴിഞ്ഞ് ഇപ്പോഴും പയറുണ്ട്. കൃഷി എന്ന് പറയുന്നത് തീരെ എപ്പോഴും നഷ്ടമൊന്നും വരില്ല. പിന്നെ ചില സമയത്ത് വെള്ളപ്പൊക്കമോ വരൾച്ചയൊക്കെ ആകുമ്പോൾ ഉണ്ടാവും. പിന്നെ നമുക്ക് നിത്യവും നല്ല ആഹാരം കഴിക്കണമെങ്കിൽ നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കണതാണ് നല്ലത്. ജൈവ കൃഷിയാവുമ്പോൾ ഞാനിപ്പോൾ ഫുൾ ടൈം കൃഷി തന്നെയാണ്. ഇപ്പോൾ വേറെ പണിക്ക് ഒന്നും, വേനലായപ്പോൾ നമുക്ക് പണികളില്ല. അങ്ങനെ വന്നപ്പോൾ ഫുൾ ടൈം ഇവിടെ നിൽക്കും. രാവിലെ 5:30 മണിക്ക് വന്ന രാവിലെ 7 മണിക്ക് വീണ്ടും കാപ്പി കുടിക്കാൻ പോയിട്ട് പിന്നീട് വന്ന ഒരു 10-11 മണി വരെ നിന്നിട്ട് 3 മണിക്ക് ശേഷം വരും. വന്നാൽ ഇനി 7 മണി. ഒരാൾ നേഴ്സിംഗ്, ഒരാൾ എഞ്ചിനീയറിംഗ്. ഞാൻ ഈ കൃഷി കൊണ്ടാണ് അവരെ പഠിപ്പിച്ച് ഒരാളെ ബിടെക് പഠിച്ചിട്ട് ആളിപ്പോൾ എഞ്ചിനീയറിംഗ് ജോലിക്ക് പോകണം, ഒരാൾ നേഴ്സിംഗ് പഠിപ്പിച്ച് നേഴ്സിംഗ് ജോലിക്ക് പോവുകയാണ്. അതുകൊണ്ട് ഈ കൃഷിയുടെ വരുമാനം കൊണ്ടാണ് ഇതെല്ലാം നേട്ടമായത്.